റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയെ പൂട്ടാൻ സിപിഐഎം. മലബാർ വിട്ട് തെക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് ക്വട്ടേഷൻ സംഘങ്ങളിൽ സജീവമായതോടെയാണ് പാർട്ടി നീക്കം. അർജുൻ ആയങ്കിക്കെതിരെ പരാതി നൽകിയേക്കും. സമൂഹ മാധ്യമങ്ങളിൽ ആയങ്കിയെ പിന്തുടരുന്നവരും നിരീക്ഷണത്തിലാണ്. ആയങ്കിയുടെ ചതിക്കുഴിയിൽ വീഴരുതെന്ന് അണികൾക്ക് മുന്നറിയിപ്പും നൽകുന്നു. ആർ റോഷിബാലും ടി വി പ്രസാദും അർജുൻ കല്യാടും നമുക്കൊപ്പം ചേരുകയാണ്. വെൽക്കം ഗൈസ്. ആദ്യം റോഷിബാലിലേക്ക്. റോഷിബാൽ, ആയങ്കിയെ പൂട്ടാനുള്ള നീക്കം അത് പാർട്ടിക്ക് ആയങ്കി ഒരു തിരിച്ചടിയാകുന്നു എന്ന ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ? പാർട്ടിയെ വെല്ലുവിളിച്ച ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ആയങ്കിയെ പൂട്ടാനുള്ള നീക്കം CPM നേതൃത്വം സ്വീകരിക്കുന്നത്. കാരണം നേരത്തെ കണ്ണൂർ ജില്ലയിൽ, പിന്നീട് എറണാകുളത്തേക്കും, ഒടുവിൽ പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകൾ കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെ ഉള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അർജുൻ ആയങ്കിയും സംഘവും അങ്ങനെ നടത്തുന്നുവെന്ന വിവരങ്ങളാണ് CPM നേതൃത്വത്തിന് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. കാരണം പാർട്ടിയെ മറയാക്കി, പാർട്ടിയിലുള്ള പഴയ ബന്ധങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കാരനാണെന്ന് പാർട്ടി അണികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ, കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന കണ്ടെത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പിന്നീട് വലിയ തിരിച്ചടിയാകുമെന്ന ആശങ്ക CPM നേതൃത്വത്തിന്. അതുകൊണ്ടാണ് CPM നേതൃത്വം ഇപ്പോൾ തന്നെ നിരീക്ഷണം ശക്തമാക്കുന്നത്. അതിന് പുറമെ തന്നെ തിരുവനന്തപുരത്ത് പലയിടങ്ങളായി കേന്ദ്രീകരിച്ച് അർജുൻ ആയങ്കി നടത്തുന്ന മയക്കുമരുന്ന് കച്ചവടം അടക്കം അത് കണ്ടെത്താനുള്ള അന്വേഷണവും നടത്തുന്നുണ്ട്. നേരത്തെ AKG സെന്റർ ആക്രമണ കേസിലെ ബോംബെറിഞ്ഞ കേസിലെ പ്രതിയുമായുള്ള സൗഹൃദമടക്കം ആ ദൃശ്യങ്ങൾ നേരത്തെ CPMന്റെ പ്രാദേശിക നേതാവ് IP ബിനു സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചതാണ്. അങ്ങനെയാണിത് പരസ്യമാകുന്നത്, വലിയ ചർച്ചയ്ക്ക് വിധേയമാകുന്നതും. ഏതായാലും ആ വിഷയത്തിൽ വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണം നേരിട്ടതായി CPM പ്രാദേശിക നേതാവ് IP ബിനു സാമൂഹ്യ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തു. ഏതായാലും ഇത് പാർട്ടിക്ക് വലിയ വെല്ലുവിളിയാണ്, ഭീഷണിയാണെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശക്തമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം. ഇത് സംബന്ധിച്ച നിയമ നടപടിക്കുള്ള തയ്യാറെടുപ്പും CPMന്റെ ഭാഗത്തുനിന്നുണ്ട്. CPM കണ്ണൂർ നേതൃത്വത്തെ കൊണ്ട് ഈ വിഷയത്തിൽ ഒരു പരാതി പോലീസ് നൽകാനുള്ള ഒരു ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം പാർട്ടിയെ മറയാക്കിക്കൊണ്ട്, പാർട്ടിയുടെ കൊടിയും പാർട്ടിയുടെ പോസ്റ്ററുകളും മറയാക്കിക്കൊണ്ട് ഇങ്ങനെ ആളുകളെ സംഘടിപ്പിക്കുന്നു എന്ന ഒരു സംശയമാണ് പരാതി നൽകാനുള്ള ആലോചനയിലേക്ക് എത്തുന്നത്. ഏതായാലും പാർട്ടി അണികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകി കഴിഞ്ഞു. അർജുൻ ആയങ്കി നടത്തുന്ന സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കൊട്ടേഷൻ സംഘങ്ങളിൽ വീണുപോകരുത്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആളുകൾ ഇതിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം പല കോണുകളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് പാർട്ടി നേതൃത്വം നൽകി കഴിഞ്ഞു. പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് യുവാക്കളെ അടക്കം വശീകരിക്കാനുള്ള നീക്കം അർജുൻ ആയങ്കിയുടെ സംഘം നടത്തുന്നു എന്നതാണ് പാർട്ടിയുടെ ഒരു കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. വളരെ ഗൗരവത്തോടെ തന്നെയാണ് CPM നേതൃത്വം അർജുൻ ആയങ്കിയുടെ തെക്കൻ ജില്ലകളിലെ ഈ നീക്കത്തെ കാണുന്നത്. കാരണം കണ്ണൂരിൽ നിന്നും അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ടാണ് കൊല്ലം, തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച ഇത്തരം പ്രവർത്തനങ്ങൾ, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി അർജുൻ ആയങ്കി കേന്ദ്രീകരിക്കുന്നത് എന്ന ഒരു കണ്ടെത്തൽ കൂടി CPM നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ അതിനെ പൂട്ടാൻ വേണ്ടി, അത് തടയാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇപ്പോൾ CPM ആരംഭിച്ചിരിക്കുന്നത്. സുജയ, ഓക്കെ, ഈ ശ്രമം അതെങ്ങനെയാണ് അർജുൻ ആയങ്കി നേരിടുക എന്നതാണ് അറിയേണ്ടത്. ടി വി പ്രസാദ്, അർജുൻ ആയങ്കി കണ്ണൂർ വിട്ട് നേരെ തെക്കൻ ജില്ലകളിലേക്ക് എത്തി സജീവമായിട്ട്, സക്രിയമായിട്ട് ഇപ്പോൾ എത്ര കാലമായി? തെക്കൻ ജില്ലകളിൽ എത്രത്തോളം വലുതാണ് ആയങ്കിയുടെ ഗ്യാങ്? സുജയ, ഇത്രനാളും കണ്ണൂർ ജില്ലാ കമ്മിറ്റി CPIMന് ഉണ്ടായിരുന്ന തലവേദനയാണ് അതിപ്പോൾ തിരുവനന്തപുരം CPIM ജില്ലാ കമ്മിറ്റിക്കും ഉണ്ടായിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് തട്ടകം തിരുവനന്തപുരത്തേക്ക് കൂടി വിപുലപ്പെടുത്തുകയാണോ, അല്ല കണ്ണൂരിൽ ഒഴിവാക്കി തിരുവനന്തപുരത്ത് സ്ഥിരീകരിക്കുകയാണോ, തിരുവനന്തപുരത്തേക്ക് മാത്രമായി ചുരുക്കുകയാണോ എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി നേതാക്കന്മാരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആദ്യകാലങ്ങളിൽ അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും അടക്കമുള്ള ഗ്യാങ് കൂടുതൽ സമയം പാർട്ടി പ്രവർത്തനവും കുറച്ച് സമയം കൊട്ടേഷൻ പ്രവർത്തനവുമായിരുന്നുവെങ്കിൽ കണ്ണൂർ ജില്ലയിൽ പിന്നീട് രാഷ്ട്രീയമായ സംഘർഷങ്ങൾ കുറഞ്ഞതോടുകൂടി അവർ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് സമയം കൂടുതൽ നീക്കിവെക്കുകയും ബാക്കിയുള്ള സമയം പാർട്ടി പ്രവർത്തനത്തിന് നീക്കിവെക്കുകയും ചെയ്തു. അങ്ങനെ ഇവരെല്ലാം പാർട്ടിക്ക് മുകളിലായെന്ന ചിന്തയുണ്ടാവുകയും പാർട്ടി നേതാക്കളെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ CPIMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും DYFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായിരുന്ന മനു തോമസ് നയിച്ച കാൽനട പ്രചരണ ജാഥ, DYFI ജാഥ കൂത്തുപറമ്പിൽ പുതിയ നിരത്ത് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടുത്തെ മുഴുവൻ വൈദ്യുതി ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് ഇരുട്ടിലാക്കി DYFIയെ തന്നെ വിരട്ടുന്ന ഒരു സമീപനം അർജുൻ ആയങ്കി, അതുപോലെ ആകാശ് തില്ലങ്കേരി തുടങ്ങിയ
സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതോടുകൂടിയാണ് CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പരസ്യമായി ആകാശ് തില്ലങ്കരിയെയും അർജുൻ ആയങ്കിയെയും തള്ളിപ്പറഞ്ഞത്. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊട്ടേഷനുകളുടെ പെരുമഴയായിരുന്നു. സ്വർണം പൊട്ടിക്കലും അതുപോലെ തന്നെ മറ്റ് കൊട്ടേഷനുകളും എല്ലാം ഏറ്റെടുത്ത് നടത്തി. CPIM-ന്റെ ജില്ലാ നേതൃത്വത്തിന് തലവേദനയായി മാറി ഇവരുടെ രണ്ടുപേരുടെയും ഗ്യാങ്. ഇപ്പോഴിതാ അർജുൻ ആയങ്കി തിരുവനന്തപുരത്തേക്കും വരുമ്പോൾ പാർട്ടി അതിൽ ഇടപെടുന്നു എന്നതിന്റെ കാര്യമാണ് ഇപ്പോൾ റോഷിപ്പാൽ റിപ്പോർട്ട് ചെയ്തത്. അതായത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇതിനെ വളരെ ഗൗരവത്തോടെ എടുക്കുന്നു. കാരണം തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക നേതാവാണ് IP ബിനു. IP ബിനുവിനെതിരെ തന്നെ പരസ്യമായി വരുന്ന രീതിയിലേക്ക് അർജുൻ ആയങ്കി മാറിയപ്പോൾ അത് പാർട്ടി തലത്തിൽ ആലോചന നടത്തുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. പക്ഷേ ഇപ്പോഴും CPIM-ന് ഒരു തലവേദനയായി പഴയ പാർട്ടി പ്രവർത്തകരായ ഈ കൊട്ടേഷൻ സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളിടത്താണ് സുജിയ. നമുക്കറിയാവുന്നതുപോലെ ആകാശ് തില്ലങ്കേരി ശുഹൈബ് വധക്കേസിലെ പ്രതിയാണ്. അർജുൻ ആയങ്കി ആണെങ്കിൽ അവിടെ പാപ്പിനിശ്ശേരി ഭാഗത്ത് നിരവധി സംഘർഷ കേസുകളിൽ പ്രതിയാണ്. ഒരു കാലത്ത് CPIM-ന്റെ പൊന്നോമനകളായിരുന്ന ഈ രണ്ടു പേരാണ് ഇപ്പോൾ CPIM-ന് ഏറ്റവും വലിയ തലവേദനയാകുന്നതും പാർട്ടി അവരെ തള്ളിപ്പറയുകയും ചെയ്യുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ തിരുവനന്തപുരത്തേക്ക് കൂടി കൂടുമാറ്റിയതോടെ ഇവിടെയുള്ള പഴയ പാർട്ടി പ്രവർത്തകരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പാർട്ടിക്ക് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോഴും അർജുൻ ആയങ്കിയുടെയും ആകാശ് തില്ലങ്കരിയുടെയും പ്രൊഫൈലുകൾ ചുവന്നതാണ് എന്നുള്ളതാണ് നാട്ടുകാർ കാണുമ്പോൾ. ഇവർ ഇപ്പോഴും പാർട്ടിക്കാരാണെന്ന് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഇവരുടെ രണ്ടുപേരുടെയും ഫോളോവേഴ്സിൽ കൂടുതൽ നാട്ടിലെ പ്രാദേശിക പ്രവർത്തകരാണ് എന്നുള്ളതാണ്. ഇവരെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിട്ടും ഇവരുടെ സ്വാധീനം കുറക്കാൻ പാർട്ടിക്ക് കഴിയാത്ത സാഹചര്യത്തിലാണ് അർജുൻ ആയങ്കിയെ പൂട്ടാനുള്ള നീക്കത്തിലേക്ക് CPIM മാറുന്നത് എന്നതാണ് സുജയ.